എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദി ഓൺ സ്റ്റേജ്. അപ്പോൾ ഇന്ന് അതായത് 2026 ജൂൺ 16 ഫിനാൻഷ്യൽ ന്യൂസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധന കയറ്റുമതികൾക്കുള്ള വിൻഫോൾ ടാക്സ് ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്കും എനിക്കും നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിലെ വിലകൾക്കും ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ന് ഈ സങ്കീർണമായ പോളിസി വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. ഗ്ലോബൽ പൊളിറ്റിക്സ് മുതൽ നിങ്ങളുടെ ഡെയിലി ലൈഫിനെ വരെ ബാധിക്കുന്ന ഈ വിഷയം അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ വിൻഫോൾ ടാക്സ്? നിങ്ങൾക്ക് വഴിയിൽ നിന്ന് പെട്ടെന്ന് ഒരു വലിയ തുക കളഞ്ഞു കിട്ടുന്നു എന്ന് കരുതുക. അതാണ് ഒരു വിൻഫോൾ. അതായത് നമ്മൾ അധികം കഷ്ടപ്പെടാതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു വലിയ ലാഭം. ബിസിനസ് വേൾഡിൽ ചില ഗ്ലോബൽ ഇവന്റ്സ് കാരണം ചില പ്രത്യേക ഇൻഡസ്ട്രീസിന് ഇങ്ങനെ ലോട്ടറി അടിച്ച പോലെ അപ്രതീക്ഷിതമായ വലിയ ലാഭം കിട്ടാറുണ്ട്. അതിന്മേൽ ഗവൺമെന്റ് ചുമത്തുന്ന ഒരു ഹയർ ടാക്സ് ആണിത്. ഇത് വിൻഫോൾ ടാക്സ്. ഇന്ത്യയിൽ ഇതിനെ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ലോകത്തെ എവിടെയെങ്കിലും യുദ്ധങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അസംസ്കൃത എണ്ണയുടെ അതായത് ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരും. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിലെ എണ്ണ ശുദ്ധീകരണ കമ്പനികൾക്ക് അവരുടെ ഇന്ധനം ഉയർന്ന വിലയ്ക്ക് വിദേശത്ത് വിറ്റ് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഈ അസാധാരണ ലാഭത്തിന്റെ ഒരു പങ്ക് ഗവൺമെന്റിനും അതുവഴി ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് കൃത്യമായി എന്താണ് മാറിയതെന്ന് നോക്കാം. ഗവൺമെന്റിന്റെ പുതിയ കണക്കുകൾ ഇതാ. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 50 പൈസ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡീസൽ കയറ്റുമതി നികുതി ലിറ്ററിന് 13 രൂപ 50 പൈസയിൽ നിന്ന് 14 രൂപയായി. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് ലിറ്ററിന് 9 രൂപ 50 പൈസയിൽ നിന്ന് 12 രൂപ 50 പൈസയായി ഉയർന്നു. പെട്രോൾ കയറ്റുമതി തീരുവയിൽ മാറ്റമില്ല. അത് ലിറ്ററിന് 1 രൂപ 50 പൈസയായി തന്നെ തുടരുന്നു. ഇപ്പോൾ എന്തിനാണ് കമ്പനികൾക്ക് ഇന്ധനം കയറ്റുമതി ചെയ്യുന്നത് ഗവൺമെന്റ് കൂടുതൽ ചെലവേറിയതാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് പ്രധാനമായും നമ്മുടെ ആഭ്യന്തര വിതരണം അതായത് ഡൊമസ്റ്റിക് സപ്ലൈ സംരക്ഷിക്കുന്നതിനാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നല്ല വില കിട്ടുമ്പോൾ സ്വകാര്യ റിഫൈനറികൾ തങ്ങളുടെ ഇന്ധനം മുഴുവൻ വിദേശത്ത് വിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ നാട്ടിൽ ക്ഷാമമുണ്ടാകും. കയറ്റുമതി നികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെ വിദേശത്ത് കൂടുതൽ വിൽക്കുന്നതിൽ നിന്ന് കമ്പനികളെ ഗവൺമെന്റ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പകരം ഇന്ത്യയിൽ ആവശ്യത്തിന് ഇന്ധനം വിതരണം ചെയ്യാൻ അവരെ നിർബന്ധരാക്കുന്നു. കൂടാതെ കഴിഞ്ഞ 2 ആഴ്ചത്തെ അന്താരാഷ്ട്ര വിലയും റിഫൈനറി ലാഭവും നോക്കി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഗവൺമെന്റ് ഈ ടാക്സ് റിവ്യൂ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് എണ്ണ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന വലിയ കമ്പനികളെയാണ് ഇത് സാരമായി ബാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, നയാര എനർജി എന്നിവയ്ക്ക് പുറമെ ONGC, ഓയിൽ ഇന്ത്യ പോലുള്ള കമ്പനികളെയും ഈ നികുതി ബാധിക്കും. ഉയർന്ന ടാക്സ് കമ്പനികളുടെ കയറ്റുമതി ലാഭത്തെ ബാധിക്കുമെന്ന പേടി കാരണം ഈ കമ്പനികളുടെ ഓഹരികളിൽ അതായത് സ്റ്റോക്ക് പ്രൈസിൽ അടുത്തിടെ ചെറിയ ഇടിവ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റിന്റെ വിൻഫോൾ ടാക്സ് വീണ്ടും കൂട്ടിയതിന് പിന്നാലെ റിലയൻസിന്റെ ഓഹരികളിൽ ഏകദേശം 8% വരെ ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ? ഒറ്റ നോട്ടത്തിൽ ഇത് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണെന്നൊക്കെ നമുക്ക് തോന്നും. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. റിലയൻസിനെ തന്നെ എടുത്താൽ അവരുടെ പകുതിയിലധികം എണ്ണ ശുദ്ധീകരണവും നടക്കുന്നത് പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ്, അതായത് സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ്. സെസ്സിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഇന്ധനങ്ങൾക്ക് ഈ വിൻഫോൾ ടാക്സ് ബാധകമല്ല. അതായത് അവരുടെ കയറ്റുമതിയുടെ വലിയൊരു പങ്കും ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് ഓഹരി വിലകളിൽ താൽക്കാലികമായ ഇടിവ് ഉണ്ടായാലും കമ്പനിയുടെ മൊത്തം ലാഭത്തെ ഇത് സാരമായി ബാധിക്കില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ ഡെയിലി യാത്രകൾക്ക് ചിലവ് കൂടുമോ? ഇല്ല എന്നതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഉത്തരം. ആഭ്യന്തര ഉപയോഗത്തിനുള്ള അതായത് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും ടാക്സിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. സാധാരണക്കാർക്ക് അവരുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ ഇതിന്റെ ഒരു മാറ്റവും അനുഭവപ്പെടില്ല.
ഈ ടാക്സ് രാജ്യത്തിന് പുറത്തേക്കുള്ള എക്സ്പോർട്ടിന് മാത്രമുള്ളതാണ്, അല്ലാതെ ഡൊമസ്റ്റിക് വിപണിക്കുള്ളതല്ല. ഇതാണ് വിൻഫോൾ ടാക്സ് വർധനവിന് പിന്നിലെ കാര്യം. ഗ്ലോബൽ ക്രൈസിസ് കൈകാര്യം ചെയ്യുന്നതിനും ഇന്ത്യയുടെ എനർജി ആവശ്യങ്ങൾ സുരക്ഷിതമായി നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുമുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണിത്. ഈ ഒരു വീഡിയോയിലൂടെ വിൻഫോൾ ടാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നാളെ കാണാം. ബൈ.